ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്കൊരു ക്യാരറ്റും ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അധികം ഓയിലൊന്നും ഇല്ലാത്ത ഒരു ഫുഡും കൂടി ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഓയിലാണെന്ന് വിചാരിക്കും. ഓയിൽ അധികമൊന്നും ഇല്ല. ഒരു സ്പൂൺ മാത്രം ഓയിലുണ്ടെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഒരു ലൈക്ക് തന്നിട്ട് വേണം വീഡിയോ ഒക്കെ കാണാൻ. വെക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ്, കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ഒന്ന് വഴണ്ടി പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. ഇതൊക്കെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, എപ്പോഴും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ ഇതെന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തിയുമാണ്. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. ക്യാരറ്റൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. അതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. വലിയ സവാള ആവശ്യമില്ല, കുഞ്ഞ് സവാള എടുത്താൽ മതി. വലുതാണെങ്കിൽ അതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി കേട്ടോ. സവാള ഒന്ന് തളർന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു കഷ്ണം തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും മതി മസാലപ്പൊടിയായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ റോ സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. പാത്രം എടുക്കുക. അതിലോട്ട് 1/2 ടീസ്പൂൺ സാമ്പാർ മസാലയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കൈവച്ചിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതേപോലെ ഉപ്പും മസാലപ്പൊടിയൊക്കെ നല്ലോണം മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കുഴക്കുമ്പോൾ ഞാൻ ഇതിലൊരു തുള്ളി എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാൻ നേരെ പകുതി പോർഷൻ എടുത്തിട്ട് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ബാക്കി പകുതി അവിടെ ഉണ്ട്. ഇതുപോലെ ഇത്രയും തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഇതിന് ഒരു കട്ടർ വെച്ചിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലത്തെ കട്ടർ വേണമെന്നൊന്നുമില്ല. ഒരു പാത്രം വെച്ചിട്ട് ഒരു കപ്പ് വെച്ചിട്ടോ മുറിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് പരത്തിയാലുള്ള ഗുണം ഇങ്ങനെയാണ്. എല്ലാവരും ചെറിയ ഡോ ആക്കിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇങ്ങനെ ആകുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാവും. നമുക്ക് ഇങ്ങനെ ബാക്കിയുള്ള ഭാഗമെല്ലാം ഇങ്ങനെ എടുത്തതിന് ശേഷം വീണ്ടും റൗണ്ടാക്കി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി. എളുപ്പത്തിൽ നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത്ര എണ്ണം 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. ബാക്കി ഒന്നും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഈ മുറിച്ചതിൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. എത്രത്തോളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ലിംഗ് വെച്ച് കൊടുത്താൽ മതി. അതിൻ്റെ സൈഡിലൊന്നും ആവാതെ വേണം ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട്. ക്യാരറ്റൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ചിക്കൻ വേവിച്ചിട്ട് വെച്ച് കൊടുത്താലും നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഇത് വെജിറ്റബിൾസിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനെ ചിക്കനൊന്നും വെക്കാണ്ട് ഇതേപോലെ ആക്കിയെടുത്തത്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ സൈഡിലൊന്ന് ഒട്ടിപ്പിടിച്ച് കൊടുത്താൽ മതി. വെള്ളം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിപ്പിടിച്ചോളും. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം കൂടി ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വരട്ടെ. ഇപ്പം ഞാൻ ഇത്രയും പരത്തി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതിനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ എടുക്കാം. ഇതിൽ നിന്ന് വെച്ച് കൊടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ഓരോന്നും ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം.
ഇത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ ഒന്നും കൂടി കുറച്ചും കൂടി ടേസ്റ്റാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അല്ലാതെ നമുക്ക് അങ്ങനെ സ്റ്റീമറിൽ വെച്ച് ഉടനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയും കൂടി ചെയ്തെടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നുള്ളത്. ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആയി കിട്ടും. 30 സെക്കൻഡ് ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ല ചൂടുണ്ട്, കൈകൊള്ളുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.